ശ്രീ ഉല്ലാസ് കോവൂർ, ഇപ്പോൾ ഈ ആർക്കൊക്കെ ഉത്തരവാദിത്വം എന്ന് ചോദിക്കുമ്പോൾ ഈ പഞ്ചായത്തിനുമുണ്ടല്ലോ ഉത്തരവാദിത്വം. പഞ്ചായത്ത് പറയുന്നു ഞങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നു, ഈ മാനേജ്മെന്റുമായിട്ടുള്ള തർക്കത്തെക്കുറിച്ച് പറയുന്നു. പക്ഷേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് പഞ്ചായത്താണ്. അത് കൊടുത്തിട്ടുണ്ട്, ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ കൊടുത്തു എന്ന ചോദ്യമുണ്ടല്ലോ. ഒരു തരത്തിലും ഫിറ്റ് അല്ല സ്മൃതി. അത് ഏത് കാലത്ത്? ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ക്ലാസ് തുടങ്ങുക? അത് വേണമെന്നേ. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് LDF ഭരിക്കുന്ന ഘട്ടത്തിലാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ മൈനാഗപ്പള്ളി ഒരു പരമാധികാര സ്വതന്ത്ര അധികാര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്കൂളിനകത്തേക്ക് ഉച്ചക്കഞ്ഞി വിതരണത്തിൽ പഞ്ചായത്ത് മെമ്പറെ സഹകരിപ്പിക്കാത്തൊരു സ്കൂള് എന്ന് പറഞ്ഞ് ഞാനത് ആവർത്തിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം. അല്ല ശ്രീ ഉല്ലാസ് കോവൂർ, ക്ലാസ് തുടങ്ങണമെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമോ വേണ്ടയോ? സ്മൃതി ഞാനത് പറഞ്ഞോട്ടെ. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അത് എത്രയോ വർഷം മുമ്പുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ ചാനലുകളിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ ഈ ദുരന്ത മുഖത്ത് വന്ന് രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഈ ഫോട്ടോ ഒന്ന് കാണൂ. ഈ ഫോട്ടോ നിങ്ങളൊന്ന് കാണൂ. ദാരിദ്ര്യത്തെ, പട്ടിണിയെ സാമ്പത്തികം കൊണ്ട് അളക്കുന്ന ഒരു സർക്കാരായി ഈ സർക്കാർ മാറിയതിൻ്റെ അശ്ലീല ചിത്രമല്ലേ സ്മൃതി ഇത്? KSEB ആരാ? KSEB ആരാണ്? KSEB ഈ വിഷയത്തിലെ ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാ. KSEBയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഇവിടുത്തെ MLAയും ഇവിടുത്തെ മുൻ MP ആയിരുന്ന ശ്രീ K സോമപ്രസാദും ഇവിടുത്തെ CPMന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇന്നലെ ഈ ദുരന്തമുഖത്ത് ഞാനും ശ്രീ NK പ്രേമചന്ദ്രൻ MPയും കൂടി ഇന്നലെ ആ വീട്ടിൽ മിഥുൻ്റെ വീട്ടിനകത്ത് കയറിയപ്പോൾ അവരുടെ ബന്ധുക്കൾ ഞങ്ങളെ ആ വീട്ടിനകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി. ആകാശം കാണാവുന്ന ഓടുകൾ, പൊട്ടിക്കീറിയ ഭിത്തികൾ, ആ ദാരിദ്ര്യത്തിൻ്റെ മുന്നിലേക്ക് വന്ന് ഇത്തരത്തിലൊരു ഫോട്ടോ ഫ്രീ. ഇതെന്താ സ്റ്റേഡിയത്തിലെ മാൻ ഓഫ് ദ മാച്ചിന് പ്രൈസ് കൊടുക്കുന്നോ? ഇതൊരു മര്യാദ വേണ്ടേ? ഞങ്ങളിതൊന്നും പറയണ്ട. രാഷ്ട്രീയത്തിലേക്ക് ഇതിനെ വലിച്ചിഴക്കേണ്ട, സങ്കുചിതമായ താല്പര്യങ്ങളിലേക്ക് ഇതിനെ കൊണ്ടുപോകരുതെന്ന നിശ്ചയദാർഢ്യം ഇന്നലെ മുതൽ ഈ വിഷയത്തിൽ ഞങ്ങൾ കാണിക്കുന്നു. പിന്നെ അനീതി കണ്ടാൽ ഇടപെടണ്ടേ? സമരം എന്ന് പറയുന്നത് സമരം ചെയ്യാത്ത സർക്കാരാണോ ഇവിടെ ഉള്ളത്? ഇത് എത്ര അശ്ലീലമാണ് നിങ്ങൾ നോക്കൂ. ഇവിടെ മാൻ ഓഫ് ദ മാച്ചിന് ട്രോഫി കൊടുക്കുന്നത് പോലെ ആ പാവപ്പെട്ട ദരിദ്ര കുടുംബത്തെ ഇത്ര അവഹേളിച്ചില്ലേ ഈ സർക്കാർ? ഒരു ഭരണകക്ഷി MLAയുടെ നേതൃത്വത്തിൽ, ഒരു CPMന്റെ ഏരിയ സെക്രട്ടറി, ഒരു മുൻ MP ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഫോട്ടോഷൂട്ട് നടത്തിയ ആ കുരുന്നുപാലൻ്റെ തണുത്തു വിറച്ച മൃതശരീരം ആ ശാസ്താംകോട്ട മോർച്ചറിയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഫോട്ടോഷൂട്ട് നടത്താൻ ഉളുപ്പും നാണവും മനസാക്ഷിയും വേണ്ടേ സ്മൃതി? എന്നിട്ട് ഗ്രാമപഞ്ചായത്തിനെ കുറ്റം പറയുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറ്റം പറയുക. ആ പൊന്നുമോൻ്റെ ഒരു സങ്കട വീഡിയോ പ്രചരിക്കുന്നുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് ആ പൊന്നുമോൻ, ആ 13-കാരൻ, ആ 8ാം ക്ലാസ്സുകാരൻ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് സ്മൃതി. ഇതെന്താണ്? ഈ നാട് എങ്ങോട്ടേക്കാണ് ഇവർ കൂട്ടിക്കൊണ്ടുപോകുന്നത്? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.